ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നുണ്ട്, ഈ ഒരു വീക്കിലേക്കുള്ള കുറച്ച് ചെടികളുടെ ഓഫേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുക. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇതുവരെയായിട്ടും കാണാത്ത ഫ്രണ്ട്സിനെ ഒന്ന് പോയി വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രീ പ്ലാൻസ് ഒപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയാന്തസിൻ്റെ 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, ഡയാന്തസ്. അപ്പോൾ 300 രൂപയ്ക്കാണ് ഈ ഒരു 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാൻസ് നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. 2-3 ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റ്സൊക്കെ പരമാവധി മോർണിംഗ് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോട്സിനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. 360 രൂപയ്ക്കാണ് 4 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗ്ലോട്സിനിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി കളേഴ്സ് ഈ ഒരു കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ വാച്ച് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് കളേഴ്സാണ് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി ഓർഡർ ചെയ്യുക. ഫ്ലവറോട് കൂടിയിട്ട് മൊട്ടോട് കൂടിയിട്ടായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വാക്സ് ബിഗോണിയാണ്. അപ്പോൾ 260 രൂപയ്ക്ക് 4 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്സ് ബിഗോണിയ കൊടുക്കുന്നത്. ഫ്ലവറോട് കൂടി തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. 2-3 ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നും ഡെയിലി ആയിട്ട് നനച്ചു കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. 295 രൂപയ്ക്ക് 4 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, നമ്മുടെ ഈ ഒരു ഡാലിയ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെടി. അപ്പോൾ ഡെയിലി മോർണിംഗ് നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി നനയ്ക്കുന്നതിന് പകരം 2 ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. 4 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലിയ പ്ലാന്റിൻ്റെ കോമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 370 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. മണൽ, ചാണകപ്പൊടി, കരികിലപ്പൊടി എന്നിവയാണ് ഇതിൻ്റെ പോട്ടിംഗ് മിക്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. NPK വളങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ജൈവവളമായാലും രാസവളമായാലും ഏത് വളം വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുത്താൽ മതി. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ. 450 രൂപയ്ക്ക് 4 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കമേലി പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ് അസേലി ആയാലും കമേലി ആയാലും. പോട്ടിലോ നോർമലായിട്ട് മണ്ണിൽ നട്ടു വെക്കുന്നവരുണ്ടെങ്കിലും അങ്ങനെ വേണമെങ്കിൽ നട്ടു വെക്കാവുന്നതാണ്. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് കേട്ടോ. പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്ക പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 260 രൂപ മാത്രമേ വരുന്നുള്ളൂ. 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ വരുന്നത്. പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ്. ഫ്ലവറോട് കൂടിയിട്ടാണ് നമ്മളിത് വിറ്റൊഴിക്കുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വാച്ച് ചെയ്യുക. വിങ്ക പ്ലാന്റ്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫ്ലവറിലൊക്കെ ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. 250 രൂപയ്ക്ക് 5 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് നമ്മൾ വിറ്റൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഈ ഒരു ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്നത്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കളർ ചേഞ്ച് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അതായത് ഓരോ നാട്ടിലെ കാലാവസ്ഥയിൽ അവിടുത്തെ മണ്ണിൻ്റെയും ഒക്കെ HPൻ്റെയൊക്കെ കണക്കിലാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ വ്യത്യാസം വരുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ വരുന്നത്. പിങ്ക് കളറിലാണ് ഉള്ളത്. അപ്പോൾ 110 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ വരുന്നത്. 180 രൂപയ്ക്കാണ് നമ്മൾ ക്രിസ്മസ് കാറ്റസിൻ്റെ 6 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള 6 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് വരുന്നത്. 2-3 ദിവസമായിട്ട് കൂടിയിട്ട് നനച്ചു കൊടുക്കുക. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെട്രിയുടെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ്. പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുക. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെട്രിയുടെ വൈറ്റ് കളറാണ് കേട്ടോ വരുന്നത്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റഡേറ്റൂടെ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. 3 ദിവസങ്ങളിൽ 3 ഫ്ലവറുകളായിട്ടാണ് ഇതിലുണ്ടാവുക. കളറുകൾ വ്യത്യാസം മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലെമൺ വൈൻ ആണ് കേട്ടോ വരുന്നത്. 55 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വാച്ച് ചെയ്യുക.
അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രൈഡലാണ്. ബ്രൈഡലിൻ്റെ യെല്ലോയും വൈറ്റും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ വൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റും ഇതിന് മുമ്പത്തെ വീഡിയോയിലും കൊടുത്തിട്ടുള്ളതാണ്, യെല്ലോയും മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സെയിം തന്നെയാണ് റേറ്റ് വരുന്നത്, 60 രൂപയാണ് കേട്ടോ. മെക്സിക്കൻ ഫ്ലെയിം 60 രൂപ. പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രൈഡൽ യെല്ലോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്, അതിനനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൾസം പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ. 10 വെറൈറ്റീസ് അടങ്ങി നമ്മുടെ ബാൾസം പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 280 രൂപ മാത്രമേ വരുന്നുണ്ട് കേട്ടോ. ചൈനീസ് ബോൾസ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ വളർന്ന് ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയാണ് കേട്ടോ. സീസണിലല്ല ഇതിൽ ഫ്ലവർ ഉണ്ടാവുക, നമ്മൾ നോക്കുന്നതിനനുസരിച്ച് വളർത്തി വലുതാക്കുന്നതിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ ഒരുപാട് തരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇതൊരുപാട് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീളം വെച്ച് പോവുകയാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വേറെ പൊട്ടി മുളച്ച് വലുതായിക്കോളും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കട്ട് ചെയ്ത ചെടികൾ വേറൊരു പോട്ടിലേക്കോ അതോ അല്ലെങ്കിൽ കവറിലേക്കോ ആയാലും നിങ്ങൾക്ക് ഇതുപോലത്തെ പോട്ടി മിക്സ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് നട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾ അത് ഉപയോഗിച്ച് ഏത് പോട്ടി മിക്സ് ആണോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നട്ട് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.